നമസ്കാരം, ഇത് പോലീസ് കൺട്രോൾ റൂമാണ്. നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഹലോ പോലീസ്. പറഞ്ഞോളൂ. ഹലോ സർ. പറയൂ. സർ, എന്നെ രക്ഷിക്കണം സർ. ഞാനൊരു കൊലയാളിയുടെ പിടിയിലാണ് സർ. അവൻ എന്നെ കൊല്ലുമെന്ന് എനിക്ക് പേടിയാവുന്നു സർ. സർ പ്ലീസ് എന്നെ രക്ഷിക്കണം. ഭയപ്പെടാതെ പറയൂ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ദിവ്യെന്നോ. എവിടുന്നാണ് സംസാരിക്കുന്നത്? ഏതാ സ്ഥലം അറിയില്ല സർ. അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെന്ന് വെച്ചാൽ? അവന്റെ പേരറിയില്ല. അറിയാത്ത ഒരുത്തിനോട് എന്തിനാണ് പോയത്? സർ അതൊക്കെ ഞാൻ പിന്നും പറയാം. അവനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. അവൻ ഉറപ്പായി എന്നെ കൊല്ലുമെന്നാ തോന്നുന്നത്. അവൻ നിങ്ങളെ കൊല്ലുന്ന എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ ഒരു പെണ്ണിന്റെ ചൂണ്ടുവിരലുണ്ട് സർ. ചൂണ്ടുവിരലോ? അവന്റെ ബാത്റൂമില് ഒരു പെണ്ണിന്റെ ചൂണ്ടുവിരല് കിടക്കുന്ന സർ. ഉറപ്പായി ഇവിടെ വെച്ച് അവൻ ആരെയോ കൊന്നിട്ടുണ്ട്. അവൻ എന്നെയും കൊല്ലുമെന്ന് എനിക്ക് പേടിയാവുന്ന സർ. ഫോൺ നമ്പർ പറയൂ. 9940216378. മാഡം. ദിവ്യ, ടെൻഷൻ ആകാതെ കേക്ക്. നിങ്ങളുടെ ഫോണിൽ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ജെല്ല് വല്ലതും ആണെങ്കിൽ അതിനടുത്തേക്ക് നീങ്ങി നിൽക്കും. ഇവിടെ തീരെ സിഗ്നൽ ഇല്ല സർ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാ. അവൻ എന്നെ ഉറപ്പായും കൊല്ലും സർ. എനിക്ക് പേടിയാവുന്നു. ഭയപ്പെടണ്ട, കുറച്ചു നേരത്തിനുള്ളിൽ പോലീസ് അവിടേക്ക് എത്തും. ഉറപ്പായിട്ടും അവർ നിങ്ങളെ രക്ഷിക്കും. സർ, എനിക്കൊരു ചെറിയ മോളുണ്ട്. ഞാനല്ലാതെ അവക്ക് വേറെ ആരുമില്ല. അവളെ തട്ടിക്കൊണ്ടുപോയി. അവള് പാവാ സർ. ഞാനില്ലെങ്കിൽ അവൾ അനാഥയാവും. ആരാണ് എടുത്തുകൊണ്ട് പോയത്? സിംഗപ്പെരുമാൾ. അവനാരാണ്? ഫിനാൻഷ്യൽ. 2 ദിവസത്തിനകം പൈസ കൊടുത്തില്ലെങ്കിൽ എന്റെ മോളെ അവൻ തായ്ലാൻഡിലേക്ക് വിൽക്കുന്ന പറഞ്ഞു. സംഭവിക്കില്ല.
പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. സർ, അവൻ വാതില് മുട്ടുന്നുണ്ട്. ഇപ്പൊ കഥ തുറക്കണ്ട. ഞാൻ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. 2 മിനിറ്റ് പുറത്തു വരാം. വർഷ, സർ. ഈ നമ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് വേണം. ഓക്കെ സർ. Quick. കൺട്രോൾ റൂം ടു പാലാരിവട്ടം പാട്രോൾ. പാലാരിവട്ടം പാട്രോൾ ടു കൺട്രോൾ റൂം റിസീവിംഗ് സർ. പാലാരിവട്ടം ഗാന്ധിനഗർ ടവറിന്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഒരു എമർജൻസി കോൾ. ആ ഏരിയയിലെ സസ്പെക്ടഡ് ആയി തോന്നുന്ന വീട്, കട എന്തായാലും എൻക്വയറി ചെയ്യണം. ഓവർ. ഇപ്പൊ തന്നെ പോയി ചെക്ക് ചെയ്തോളാം സർ. മെസ്സേജ് റിസീവ്ഡ് സർ. ഓവർ. സർ, ആ സിമ്മിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ആ സിം കാർഡ് അഷ്റഫ് എന്നൊരാളുടെ പേരിലാണ്. 2 മാസം മുൻപ് എൻകൗണ്ടറിൽ മരിച്ചുപോയ അതേ അഷ്റഫ്. May I come in, sir? Yes, come in. Good evening, sir. Good evening. Please sit down. Meet Mr. Sharma, Raw Officer. Hello, sir. ഹലോ. Vetri ATS. They are his teammates. ഹലോ. He is here for an important operation. Mr. Sharma, please go ahead. സോ ജെന്റിൽമാൻ, ആസ് യു ഓൾ നോ ദാറ്റ് തീവ്രവാദത്തിനെ ഇന്ത്യ ഒരിക്കലും എൻകറേജും ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കത്തുമില്ല. ഓൾ വി വാണ്ട് ഈസ് ടു ഇറാഡിക്കേറ്റ് ടെററിസം ഫ്രം ദിസ് വേൾഡ്. ആൻഡ് ടുനൈറ്റ് വി ആർ ഗോയിങ് ടു ക്യാരി ഔട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ അഗൈൻസ്റ്റ് ടെററിസം. He is Azhar Ahmad. He works for Luxury Taiba. He is the brain behind many terrorist activities in India. റോ ഇവനെ ഒരുപാട് നാളായിട്ട് അന്വേഷിക്കുക. ഇന്ന് അവൻ കൊച്ചിയിൽ വരുന്നതായിട്ട് റിലയബിൾ സോഴ്സസിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ബൈ എനി മീൻസ് വി ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ഹിസ് ക്യാപ്റ്റർ. ദിസ് ഈസ് ഫോർ യു. ഓൾ ഹിസ് ഡീറ്റെയിൽസ്. വെട്രി, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നമുക്ക് പ്ലാൻ ചെയ്യാൻ അധികം സമയമില്ല. യു ഷുഡ് ടേക്ക് ഓൾ ദി പ്രിക്കോഷൻസ്. Sure, sir. Stop! അപ്പോ ദിവ്യ എന്ന് പറയുന്നത് അഷ്റഫിന്റെ വൈഫാണ് സർ. സർ, രാത്രി 2 കോൾസ് വന്നിട്ടുണ്ട് സർ ആ ഫോണിലേക്ക്. 2ഉം സെയിം നമ്പറാണ്. ഒരു കുമാറിന്റെ പേരിലാണ് ആ സിം. ഞാൻ വിളിച്ചു നോക്കിയിരുന്നു, പക്ഷെ എടുത്തില്ല. Okay. ഓക്കെ സർ. പാലാരിവട്ടം പാട്രോൾ ടു കൺട്രോൾ റൂം. കൺട്രോൾ റൂം ടു പാലാരിവട്ടം പെട്രോൾ റിസീവിംഗ് സർ. എക്സാക്ട് ലൊക്കേഷൻ ഇല്ലാതെ ചെക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സർ. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ നിങ്ങളെ ഇൻഫോം ചെയ്യാം സർ. ഓവർ. ഓക്കെ സർ. വർഷ, സർ. രേഖയല്ലേ പാലാരിവട്ടം സ്പെഷ്യൽ ഇൻസ്പെക്ടർ? യെസ് സർ. സർ, ടെൽ മീ സർ. രേഖ ഇപ്പൊ എവിടെയാ ഉള്ളത്? സർ, നൈറ്റ് പെട്രോളിംഗ് ആണ് സർ. എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് സർ? ഒരു എമർജൻസി കേസ്. വാട്സാപ്പിൽ ഒരു നമ്പരും ലൊക്കേഷനും അയച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് എൻക്വയറി ചെയ്ത് ഉടൻ തന്നെ എന്നോട് പറയണം. ഷുവർ സർ, ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. എക്സ്ക്യൂസ് മീ, ദിവ്യ എന്ന പെണ്ണിന്റെ അടുത്ത് നിന്ന് എപ്പോൾ കോൾ വന്നാലും എന്നെ കണക്ട് ചെയ്യണം. ആ പെണ്ണൊരു കൊലയാളിന്റെ അടുത്ത് പെട്ടിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഓക്കെ? വാടാ, പെട്ടെന്ന് വാ. നമസ്കാരം മാഡം. നിന്റെ പേരെന്താ? കുമാർ. ഫോണിങ്ങതാ. എന്താ നിന്റെ ജോലി? ഞാൻ കസ്റ്റമർ കെയർ സർവീസ് ചെയ്യണോ മാഡം? കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറഞ്ഞാ?
അത് പിന്നെ എന്താടാ ഒരു പരിങ്ങല്? ആ, ജോലി ഇല്ലാത്തവർക്കൊക്കെ ഞാൻ ജോലി കൊടുക്കും മാഡം. എന്ത് ജോലി? എല്ലാ ജോലിയും കൊടുക്കും മാഡം. സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ളത്. ആ ഏയ് ഇയാൾ തൂക്കിയെടുത്ത് ജീപ്പ് കയറ്റ്. സാർ, സത്യം നിക്ക് സാർ, ഞാൻ പറയാം സാറേ പ്ലീസ്. പറ. ബ്രോക്കർ മാഡം. ബ്രോക്കർ എന്ന് വെച്ചാ കൂട്ടിക്കൊടുപ്പാണോ? ആ നിന്റെ ഫോൺ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പെൺപിള്ളേരുടെ ഫോട്ടോസ് ആണല്ലോ മുഴുവനും. ബ്ലഡി റാസ്കൽ. ഈ പെണ്ണിനെ എങ്ങോട്ടാണ് അയച്ചത്? ഏത് പെണ്ണാ മാഡം? ആ ദിവ്യ എന്ന് പറഞ്ഞ പെണ്ണിനെ. ദിവ്യയോ? അവൾ ഇന്നലെ തൊട്ടാ ജോലിക്ക് ചേർന്നത് തന്നെ. ഒരു പുതിയ പാർട്ടിയുടെ കൂടെയാ ഞാൻ അവളെ പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? ആ പാർട്ടി ആരാ? എന്താ മാഡം ഇത്? പെണ്ണിനെ അന്വേഷിച്ച് വരുന്നവരുടെ അടുത്ത് ആധാർ കാർഡൊക്കെ ചോദിക്കാൻ പറ്റുമോ? അവരെന്നെ വിളിച്ചു, ഞാൻ റേറ്റ് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ പെണ്ണിനെ അയച്ചു. അതല്ലാതെ അവർ ആരാന്നൊന്നും എനിക്കറിയില്ല മാഡം. ആരെന്ന് പോലും അറിയാത്ത അയക്കുന്ന ഒരു പെണ്ണിനെ. അയാളുടെ ഫോൺ നമ്പർ എന്തുവാടാ? ഫോണ് അകത്താ ഉള്ളത് മാഡം. അതിനകത്ത് അവരുടെ നമ്പറുള്ള. പറയൂ രേഖ. സാർ അവൻ എനിക്ക് കിട്ടി സാർ. വെരി ഗുഡ്. അവനൊരു കൂട്ടിക്കൊടുപ്പുകാരനാണ് സാർ. ദിവ്യ അവൻ ഏതോ ഒരു പുതിയ പാർട്ടിയുടെ കൂടെ അയച്ചിരിക്കുന്നത്. ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം സാറിന് വാട്സാപ്പിൽ മാഡം എന്റെ ഫോൺ. അതെ സാർ. മാഡം താങ്ക് യു. ഞാൻ നോക്കണം. മാഡം എന്റെ ഫോൺ തന്നിട്ട് പോ മാഡം. മാഡം സാർ ദിവ്യ വീണ്ടും ഫോൺ ചെയ്യുന്നു. പെട്ടെന്ന് കണക്ട് ചെയ്യേ. ദിവ്യ, ആർ യു ഓക്കെ? ഇതുവരെ ആരും വന്നില്ല സർ. അവൻ വളരെ മുട്ടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അവൻ അകത്തേക്ക് വന്ന് എന്നെ കൊല്ലും സർ. അങ്ങനെ ഒന്നും നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങളെ കൊണ്ട് കഴിയും. എങ്ങനെ സർ? അവനെ അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് എങ്ങനെ അവനെ അടിക്കാൻ പറ്റും സർ? ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേ. ശരി, പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? ആ റൂമിൽ അവൻ അടിക്കാൻ പറ്റിയ എന്തെങ്കിലും ആയതുകൊണ്ട് നോക്ക്. ഇവിടെ ഒന്നുമില്ല സർ. വാഷ് ബേസിനും ടോയ്ലറ്റും അല്ലാതെ വേറെ ഒന്നുമില്ല. പെട്ടെന്ന് പോയി ആ ഫ്ലഷ് ടാങ്കിന്റെ കവർ തുറക്ക്. സർ ഭയങ്കര ഹെവിയാണ്. സൂപ്പർ, അതാണ് വേണ്ടത്. നിങ്ങൾ രണ്ട് കൈകളും തുറക്ക്. അത് നല്ല സ്ട്രോങ് ആയിരിക്കും. എടുത്തു സർ. ഇനി നിങ്ങൾ ആ ഡോറിനടുത്തേക്ക് പോയി നിൽക്കേ. അവൻ ആ ഡോർ തുറന്ന് അകത്ത് വന്ന ഉടനെ എത്ര ശക്തി കഴിക്കാൻ പറ്റുമോ അത്ര ശക്തി കഴിക്കണം. ഒറ്റയടി അവൻ ചാകണം.
Ah!